നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒട്ടനവധി ആളുകൾ കാത്തിരുന്ന പലരുടെയും സ്വപ്നത്തിലുള്ള ഒരു തൊഴിൽ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഒട്ടനവധി ആൾക്കാരുടെ ഒരു വലിയ സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി കിട്ടണം. കഴിയുമെങ്കിൽ കേന്ദ്ര സർക്കാർ ജോലി തന്നെ. മികച്ച ശമ്പളം വേണം, വലിയ തലവേദന ഇല്ലാത്ത ജോലികളായിരിക്കണം, വീടിനടുത്ത് ജോലി കിട്ടണം, പരീക്ഷ ഒന്നും എഴുതാതെ തന്നെ ജോലിയിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ചില തൊഴിൽ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഏതാണ്ട് 44,000-ലധികം തൊഴിൽ അവസരങ്ങളിലേക്ക് ഉള്ള റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 2,200-ലധികം അവസരങ്ങളുണ്ട്. ഇന്ത്യയിലെ മറ്റ് അവസരങ്ങളിലേക്കും ഒരുപക്ഷെ കേരളത്തിലുള്ളവർക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. കേന്ദ്ര സർക്കാർ ജോലിയാണ് എന്ന് മാത്രവുമല്ല, വലിയ തരക്കേടില്ലാത്ത ശമ്പളം ലഭ്യമാകും. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് മതി എന്നുള്ളതാണ് മറ്റൊരു ആകർഷണീയ ഘടകം. വലിയ തലവേദന ഇല്ലാതെ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ജോലികൾ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ തന്നെ ജോലി ലഭ്യമാകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കിടിലൻ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ പോസ്റ്റ് ഓഫീസിലെ 40,000-ലധികം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് വിശദമാക്കുന്നതിന് മുമ്പായിട്ട് വീട്ടിലിരുന്ന് ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം ഞാൻ ഒന്ന് ചുരുങ്ങിയ സമയത്തിൽ വിശദമായി കൊടുക്കട്ടെ. 2021 മുതൽ UGC അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഓൺലൈനിലൂടെ ഡിഗ്രിയും PGയും ഒക്കെ നൽകുവാനായിട്ട് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾ ഡിഗ്രിയോ PGയോ ഒക്കെ പഠിച്ചാൽ അത് റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുന്ന ഡിഗ്രിക്ക് തുല്യമാണ് എന്നും UGC അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിഗ്രികളും PGയും ഒക്കെ പഠിക്കുവാനുള്ള അവസരമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എനപ്പോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി, നമ്മുടെ മംഗലാപുരത്തുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ BBAയും BComഉം BAയും ഒക്കെ ഞങ്ങൾക്ക് വെറും 19,600 രൂപയ്ക്ക് പഠിക്കുവാൻ അവസരമുണ്ട്. 40,000 ആണ് ഫീസ്. അതിലൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് 19,600 പഠിക്കുവാനായിട്ട് അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഒരല്പം കൂടി പ്രീമിയം ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള അമൃത യൂണിവേഴ്സിറ്റി അല്ലെ ജെയിൻ യൂണിവേഴ്സിറ്റി, ഇതിൻ്റെ ഒക്കെ MBAയും MCAയും MAയും MComഉം ഒക്കെ ഓൺലൈനായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. ക്ലാസ്സുകളൊക്കെ വീക്കെൻഡ്സിൽ, അതും വൈകുന്നേരങ്ങളിൽ ആയതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും മറ്റ് ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസും ഒക്കെ ഈ കോഴ്സുകൾ പഠിക്കുവാനായിട്ട് കഴിയും. പരീക്ഷയും ഒക്കെ വീട്ടിലിരുന്ന് എഴുതുവാനുള്ള ഒരു നല്ല അവസരം. അപ്പൊ കുറഞ്ഞ ഫീസിൽ പഠിക്കുവാനുള്ള ഒരു നല്ല അവസരമാണ് ഓൺലൈൻ ഡിഗ്രികൾ എന്നുള്ളത്. 100% വാലിഡ് ആണ്. ഹയർ സ്റ്റഡീസിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശ പഠനത്തിനും ഒക്കെ ഗവൺമെന്റ് ജോലിക്കുമൊക്കെ ഈ ഡിഗ്രി വാലിഡ് ആണ് എന്നുള്ള കാര്യം അറിയുക. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഓർക്കുക, ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഫീസ് 51% വരെ ഡിസ്കൗണ്ട് ഫീസിൽ ഈ എനപ്പോയുടെയൊക്കെ 19,600-ന് ഈ കോഴ്സുകൾ പഠിക്കുവാനുള്ള അവസരമാണ് ലഭ്യമായിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ 2 ലിങ്ക് നൽകിയേക്കാം. ഈ അവസരങ്ങളെ കുറിച്ച് വിശദമായി പറയുന്നതിൻ്റെയും അതല്ലെങ്കിൽ ഇതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് കാണാം. ഇവിടെ കാണാൻ സാധിക്കും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കീഴിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ വിളിക്കുന്നത് ഗ്രാമീൺ ദക് സേവക് GDS റിക്രൂട്ട്മെന്റ് എന്നാണ് വിളിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പൊ ഇതിന് നിങ്ങൾക്ക് 3 തസ്തികകളിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. ഒന്ന് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതായത് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററെ നമുക്കറിയാം. അതേപോലെ തന്നെ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ. അതേപോലെ ദക് സേവക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മാൻ, നമ്മുടെ വീട്ടിലൊക്കെ ഈ കത്തുകളൊക്കെ എത്തിക്കുന്നുണ്ട്. ഈ 3 തസ്തികകളിലേക്കാണ് ഈ 3 തസ്തികകളിലായിട്ടാണ് ഈ 44,228 ഒഴിവുകൾ. കേരളത്തിൽ മാത്രം 2,433 ഒഴിവുകളുള്ളത്. ഇതിന് ഓൺലൈനൊക്കെ ആയിട്ടായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നാലെ കാണിക്കാം. അതുപോലെ ഈ റിക്രൂട്ട്മെന്റിന്റെ മെച്ചങ്ങൾ അല്ലെങ്കിൽ ഇതിനെങ്ങനെ എന്താണ് ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ ഒന്ന് കടക്കാം. ഇവിടേക്ക് വന്നാൽ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് 15 ഈ വീഡിയോ ചെയ്യുന്നത് ജൂലൈ 15-ാം തീയതിയാണ്. ജൂലൈ 15-ാം തീയതി മുതൽ ഓഗസ്റ്റ് 5-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. പിന്നെ ഓഗസ്റ്റ് 6 മുതൽ 8 വരെ
നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള അനുവാദവുമുണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സ് പ്രത്യേകം ഓർക്കുക. ഓഗസ്റ്റ് 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. 3 തസ്തികകളിലാണ് അവസരങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആദ്യത്തെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നുള്ളതാണ്. BPM എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ നമുക്കറിയാം, നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ കാണാറുണ്ട് അല്ലേ. അവരുടെ എന്തായിരിക്കും അവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ പോസ്റ്റൽ ഓപ്പറേഷൻസ് ഓഫ് ദ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ. പോസ്റ്റ് ഓഫീസിന്റെ മാത്രമല്ല, പോസ്റ്റ് ഓഫീസുകളിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് IPPB എന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്കും കൂടിയുണ്ട്. ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും ഒക്കെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, നയിക്കുക എന്നുള്ളതാണ് പോസ്റ്റ് മാസ്റ്ററിന്റെ ജോലി. ഇതുകൂടാതെ അതിന്റെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, അതായത് സ്റ്റാമ്പും മറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ബ്രാഞ്ച് ഓഫീസിന്റെ കാര്യങ്ങൾ ഇദ്ദേഹം നോക്കണം. എന്നാൽ ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും ഉണ്ടായിരിക്കും. അപ്പോൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ വേക്കൻസി എന്താണ്? അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ABPM, അതായത് പോസ്റ്റ് മാസ്റ്ററെ അസിസ്റ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ ജോലി എന്തായിരിക്കും? സെയിൽ ഓഫ് സ്റ്റാമ്പ്, സ്റ്റേഷനറി, കൺവേയൻസ് ആൻഡ് ഡെലിവറി ഓഫ് മെയിൽസ് അല്ലേ. അപ്പം സ്റ്റാമ്പും ബാക്കി സ്റ്റേഷനറികളും പോസ്റ്റ് ഓഫീസിലെ അതിൻ്റെയൊക്കെ വിൽപ്പനയാണ്. അതേപോലെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുക ആ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. പിന്നെ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന്റെ ഒക്കെ മാർക്കറ്റിംഗ് പ്രൊമോഷനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ തസ്തിക എന്താണ്? ദക്സേവക്. ദക്സേവക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. പോസ്റ്റ്മാൻ, നമ്മുടെ വീട്ടിലൊക്കെ ഈ തപാൽ ഉരുപ്പിടികളൊക്കെ എത്തിക്കുന്നവരാണ് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ ജോലികൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ പോസ്റ്റ് ഓഫീസിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. സെയിൽ ഓഫ് സ്റ്റാമ്പ്, സ്റ്റേഷനറി, ഇത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററും ഒക്കെ ചെയ്യുന്നതാണ് സെയിൽ ഓഫ് സ്റ്റാമ്പ്, സ്റ്റേഷനറി ഒക്കെ. അതുകൂടാതെ ഇവരെന്ത് ചെയ്യണം? റെയിൽവേ മെയിൽ സർവീസ്, RMS, നമുക്കറിയാം അല്ലേ, സോർട്ടിംഗ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് റെയിൽവേ RMS എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉള്ള ജോലികൾ. അതേപോലെ തന്നെ ഡിസ്പാച്ച് ഓഫ് മെയിൽ ബാഗ്സ്, ട്രാൻസ്ഷിപ്മെന്റ് ഓഫ് ബാഗ്, അതായത് ഈ പോസ്റ്റ് ബാഗുകളുണ്ടല്ലോ അത് പോസ്റ്റ് ഓഫീസുകളിൽ എത്തിക്കുക അല്ലെങ്കിൽ വീടുകളിൽ എത്തിക്കുക, അങ്ങനത്തെയൊക്കെ ജോലികളുമൊക്കെ ഈ ദക്സേവക്കായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതൊക്കെയാണ് ഇവർ ഈ 3 കൂട്ടരുടെയും ജോലികൾ. ഇനി ഇതിന്റെ ശമ്പളം നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. TRCA എന്നാണ് ഇത് അറിയപ്പെടുന്നത്. TRCA എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ്. അതായത് ഇവിടെ ശമ്പളം എന്നല്ല വിളിക്കുന്നത്, ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസ് അത് സമയബന്ധിതമായിട്ടായിരിക്കും ലഭ്യമാവുക. ഉദാഹരണത്തിന് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് 12,000 മുതൽ 29,380 വരെ ആയിരിക്കും. അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ ജോലികൾക്ക് 12,000 ഉള്ളോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് ഓർക്കും, അത് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് ആണ്. അതായത് നിങ്ങളൊരു 4 മണിക്കൂറിനൊക്കെ ജോലി ചെയ്യുന്നതിന് ലഭ്യമാകുന്ന ഒരു ശമ്പളമാണ്. ഇപ്പോൾ കൂടുതൽ സമയം ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ശമ്പളം കിട്ടും. അപ്പം ഇനിയും അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും ദക്സേവക്കും 10,000 മുതൽ 24,470 ആയിരിക്കും. അതും ഈ TRCA ആണ്. അപ്പോൾ കൂടുതൽ ജോലി ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ശമ്പളം കിട്ടും. അതുകൂടാതെ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആനുവൽ ഇൻക്രീസ് ഓഫ് 3%, 3% ഓരോ വർഷവും ഇൻക്രീസ് ഉണ്ടാവും. എന്ന് മാത്രമല്ല ഡിയർനെസ് അലവൻസ് പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കും. പിന്നെ ഇൻസെൻറ്റീവ് പോലെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ശമ്പളമൊക്കെ ലഭ്യമാകും എന്നുള്ള കാര്യം അറിയുക. ഇനി ഏറ്റവും ഇതിൻ്റെ രസകരമായ സ്ഥാനം ഇതിൻ്റെ എലിജിബിലിറ്റി ആണ് എന്നുള്ളതാണ്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ ഈ പ്രായത്തിൽ തന്നെ ചില റിലാക്സേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ അപേക്ഷിക്കാം. OBC ആണെങ്കിൽ 43 വരെ അപേക്ഷിക്കാം. ഇവിടെ കാണാനായിട്ട് സാധിക്കും, അംഗവൈകല്യമുള്ള SC/STക്കാർക്കാണെങ്കിൽ 15 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതായത് അങ്ങനെയുള്ളവർക്ക് 55 വയസ്സ് വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. എന്നാൽ സാധാരണ പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നും ഇല്ലെങ്കിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രായം കണക്കാക്കുന്ന ലാസ്റ്റ് ഡേ ഓഫ് ആപ്ലിക്കേഷൻ, സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ഓഗസ്റ്റ് 5 വെച്ചിട്ടായിരിക്കും ഈ പ്രായം കണക്കാക്കുന്നത് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ എലിജിബിലിറ്റി നമ്മൾ കണ്ടു. ഇനി എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ? അതാണ് ഏറ്റവും ആകർഷകമായ സാധനം. 10ാം ക്ലാസ് അല്ലേ, പാസ് സർട്ടിഫിക്കറ്റ് ഓഫ് 10th സ്റ്റാൻഡേർഡ്
10ാം ക്ലാസ് പാസ്സാവുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. വിത്ത് മാത്സ് ആൻഡ് ഇംഗ്ലീഷിൽ പാസിംഗ് മാർക്ക്. മാത്സും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. നമ്മുടെ കേരളത്തിലൊക്കെയുള്ള എല്ലാവരും 10ാം ക്ലാസ് ഒക്കെ കഴിയുന്നവർ മാത്സും ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പ്രായം 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം എന്ന് മാത്രം. അപ്പം 10ാം ക്ലാസ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം. ഈ മിനിമം ക്വാളിഫിക്കേഷൻ കൂടാതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് അറിയണം, അതേപോലെ തന്നെ സൈക്ലിംഗ് അറിയണം, അതേപോലെ ജീവിക്കാനൊക്കെ മാർഗമുള്ളവരായിരിക്കണം എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം ജീവന മാർഗമുള്ള, സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന, കമ്പ്യൂട്ടറൊക്കെ അറിയാവുന്നവർ കൂടി ആയിരിക്കണം എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എൻ്റെ റിസർവേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം വന്ന് സൂചിപ്പിക്കാം. ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇവരുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതെങ്ങനെയാണ് എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതവിടെ നിൽക്കട്ടെ. സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർക്കുക, 44,228 ഒഴിവുകളാണ് ഇന്ത്യയിൽ ആകമാനമുള്ളത്. കേരളത്തിൽ മാത്രം 2,433 ഒഴിവുകളുണ്ട്. എന്നാലും ഈ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. കാരണം പരീക്ഷയില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. പിന്നെ എങ്ങനെയായിരിക്കും ഈ ഒരു സെലക്ഷന്? നിങ്ങളുടെ 10ാം ക്ലാസ് മാർക്കിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുള്ളവർക്ക് മാത്രമായിരിക്കും ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയുക. എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപക്ഷെ SC ST അങ്ങനത്തെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റിസർവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ മാർക്ക് അല്പം കുറവാണെങ്കിൽ പോലും കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പം പരീക്ഷയില്ല, ടെസ്റ്റ് ഒന്നും എഴുതണ്ട, മറിച്ച് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും സെലക്ഷൻ നടക്കുക. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇവരൊരു മെറിറ്റ് ലിസ്റ്റ് കണക്കാക്കും. അതായത് അപേക്ഷിക്കുന്നവരുടെ മാർക്കിനെ ബേസ് ചെയ്ത് ഒരു മെറിറ്റ് ലിസ്റ്റ് കണക്കാക്കും. മെറിറ്റ് ലിസ്റ്റ് കണക്കാക്കുമ്പോൾ നോക്കുക, മാർക്കൊക്കെ 4 ഡെസിമൽ പോയിന്റ് വരെ ഇവർ നോക്കും. അതായത് ഒരേ മാർക്ക് വരാൻ എന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും, അല്ലേ? ഇപ്പം 10ാം ക്ലാസ്സിൽ ഒരേ മാർക്ക് വരുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം 4 ഡെസിമൽ പോയിന്റ് വരെ നോക്കിയിട്ടാണ് മാർക്ക് കണക്കാക്കുക. എന്നിട്ട് ഈക്വലൻസി, അതായത് മാർക്കൊക്കെ സെയിം വന്നാൽ ഇവർ റാങ്ക് ലിസ്റ്റ് കണക്കാക്കുന്ന മറ്റു പല ഫാക്ടേഴ്സിൻ്റെയും ബേസിസിലായിരിക്കും. ഉദാഹരണത്തിന് അവരുടെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏജ് ഇവിടെ നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയവർക്ക് ഒരേ മാർക്ക് വന്നാൽ റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിൽ കിട്ടും. അതേപോലെ SC ST, ട്രാൻസ് വുമണ്, അങ്ങനെ OBC ട്രാൻസ് വുമൺ, OBC ഫീമെയില്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരേ മാർക്ക് വന്നാൽ കൂടുതൽ പ്രിഫറൻസ് കിട്ടും. മെറിറ്റ് ലിസ്റ്റിൽ മുകളിലേക്ക് എത്താനായിട്ട് കഴിയും. ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ഒരു ഫീസ് ഉണ്ട് എന്നുള്ള കാര്യം. 100 രൂപയായിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ. അപ്പോൾ ഈ 100 രൂപ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. എന്നാൽ ഫീമെയിൽ ആപ്ലിക്കൻസ്, SC ST ആപ്ലിക്കൻസ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അംഗവൈകല്യമുള്ളവർ, ട്രാൻസ് വുമൺ ആപ്ലിക്കൻസ്, ഇത്രയും പേർക്ക് ഫീ ഒന്നും നൽകേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ലാംഗ്വേജ് ഏതൊക്കെ അറിയണം. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ മാത്രമല്ല, ലക്ഷദ്വീപിലും മാഹിയിലും ഒക്കെ അപേക്ഷിക്കുന്നവർക്ക് മലയാളം ആയിരിക്കും അവരുടെ ലോക്കൽ ലാംഗ്വേജ്. അത് അറിയണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റൊരു ലോക്കൽ ലാംഗ്വേജ്, ഇപ്പോൾ ഹിന്ദിയൊക്കെ അറിയാവുന്നവർക്ക് ഒത്തിരി സംസ്ഥാനത്തിലെ അവസരങ്ങളിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുക, അക്കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് ഇന്ത്യ GDSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം ഇവരുടെ ഈ ഒരു ഇവരുടെ ഈ ഒരു സ്ക്രോള് ഒന്ന് ശ്രദ്ധിക്കുക. GDS ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ ജൂലൈ 2024 44,228 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതിന് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നത് 5/8, അതായത് ഓഗസ്റ്റ് 5-ാം തീയതി വരെ അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഓരോ സർക്കിളുകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 12ാമത്തേത് കേരള സർക്കിൾ. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നത് വായിച്ച് മനസ്സിലാക്കാം. രജിസ്ട്രേഷന്, അപ്ലൈ ഓൺലൈൻ, അതിലേക്കൊക്കെ വരാം. അപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരള സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കേരള സർക്കിളിൽ ലഭ്യമായിരിക്കുന്ന ഏതൊക്കെയാണ് ഡിവിഷൻസ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ അടുത്ത് എവിടെയൊക്കെയാണ് അവസരങ്ങളുള്ളത് എന്നൊന്നും മനസ്സിലാക്കാം. ഇപ്പം ഞാൻ കോട്ടയം ജില്ലയാണ്. ഇവിടെ വന്നിട്ട് കോട്ടയം സെലക്ട് ചെയ്തിട്ട് വ്യൂ പോസ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ കോട്ടയത്തെ ഓരോ പോസ്റ്റ് ഓഫീസിലെയും ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കോട്ടയം ഡിവിഷന് കീഴിൽ ഇപ്പം ഇവിടെ നോക്കിയാൽ ദേവലോകം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബ്രാഞ്ച് ഓഫീസാണ്. അപ്പോൾ അവിടെ വന്നാൽ അവിടെ ഒരു വേക്കൻസിയാണുള്ളത്. മലയാളം സംസാരിക്കുന്നവർക്കായിരിക്കും ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിനടുത്തുള്ള ഏതൊക്കെ പോസ്റ്റ് ഓഫീസുകളിൽ ഒഴിവുകളുണ്ട് എന്നറിയാൻ പറ്റും. മണർകാടൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ
ഇതാ എത്ര ഒഴിവുകളുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ, അത് പ്രത്യേകം ഓർക്കും. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടേക്കൊക്കെ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇനി എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുക എന്ന കാര്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഈ സ്റ്റേജ് 1 രജിസ്ട്രേഷനിലേക്ക് പോകണം. ഈ സ്റ്റേജ് 1 രജിസ്ട്രേഷനിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ഓൺലൈനിലേക്ക് പോകാം. അതായത് കഴിഞ്ഞ വർഷമൊക്കെ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ. അങ്ങനെയല്ല ഇത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ഈ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത്യാവശ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, നിങ്ങളുടെ പേര്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെ കൊടുത്ത് ഈ ഒരു ക്യാപ്ചയും കൂടി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ആവും. അപ്പോൾ അതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ. ഇനി എങ്ങാനും നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ട് ആ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മറന്നു പോയിട്ടുള്ളവരാണെങ്കിൽ ഈ ഫോർഗെറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഫോർഗെറ്റ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ഫോർഗെറ്റ് രജിസ്ട്രേഷനിൽ എടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ അപ്ലൈ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വരാം. ഇവിടെ വന്നു കഴിഞ്ഞേച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാം. ഏത് സർക്കിളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, കേരള ആണ്, കേരള എന്നുള്ള ഓപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം വരും, അത് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പ്രിഫറൻസ് ഏതൊക്കെ പോസ്റ്റ് ഓഫീസുകളിലേക്കാണ് വരുന്നത് ആ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നത് പ്രിൻറ്റും കൂടി എടുക്കുക. അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണോ എന്നുള്ള കാര്യം അറിയാനായിട്ട് കഴിയും. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പരും കാര്യങ്ങളും ഒക്കെ ഇവിടെ ലഭ്യമാകും. ഇപ്പം നമ്മൾ കേരള സർക്കിളിലാണെങ്കിൽ കേരള സർക്കിൾ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലെയും കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അയക്കേണ്ട നമ്പറുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് ഓഫീസിന്റെ സൈറ്റിൽ പോയിട്ട് അവിടെ നൽകിയിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. കാരണം ഇതൊരു മികച്ച അവസരമാണ്. അപ്പോൾ 10ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കായിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ നിങ്ങൾ ഓൺലൈൻ ഡിഗ്രികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.